ഇന്ന് മക്രോണിയും മുട്ടയും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ട് ഈ മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ ചേർക്കുന്നത്. അത് തിളച്ച് വരുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 250 മക്രോണിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതൊന്ന് ഒരു തവി വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് വെന്ത് വരട്ടെ. ഇട്ട ഉടനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി കൊടുത്തത് ഇതിൽ നിന്ന് കോരിയെടുക്കാം. വെള്ളം തീരെ കുറവാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് കോരിയെടുത്താലും മതി. നിങ്ങൾ വേവിക്കുമ്പോൾ വെള്ളം കുറഞ്ഞു പോയാൽ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. എല്ലാം കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും മതി. ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, 2 പച്ചമുളക്, ഇവയെല്ലാം ഒന്ന് വാടി വരട്ടെ. വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ആഫ്രിക്കൻ മല്ലി ആട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. സാധാ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന മല്ലി ആയാലും മതി. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ 3/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മാഗി കട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടും മാഗി കട്ട ഇതിൽ ചേർത്താൽ. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരു തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ അലിഞ്ഞു കിട്ടുമൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇറച്ചി, കോഴിയോ ബീഫോ ഏതായാലും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഫ്രൈ ആയി വരരുത്. ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കണം. എന്നാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ മുട്ട ഇതുപോലെ ചേർത്താൽ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാഗി കട്ടയിൽ ഉപ്പുള്ളതുകൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല, നോക്കിയിട്ട് ചേർത്താൽ മതി. ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ചു വരട്ടെ. അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോവും. കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് തീ ഓഫാക്കി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. രാവിലെയും രാത്രിയൊക്കെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കിത് കൂടുതൽ ഇഷ്ടപ്പെടും.